ഇതില്ലാതെ നിങ്ങൾ പുറത്തിറങ്ങരുത്. ഹായ് ഓൾ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മുഖത്തെ കുട്ടി 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 രോമങ്ങൾ റിമൂവ് ചെയ്യാൻ ചോദിച്ചാൽ റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പാക്ക് ഇടുന്നുണ്ട്. പിന്നെ ഒരു മോർണിംഗ് റൊട്ടീൻ. ഇപ്പം നേരെ 10 മണിയായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യും എന്തുകൊണ്ട് 10 മണിക്കാണ് ഒരിക്കലും ഇവിടേക്ക് വേറെ പണിയൊന്നുമില്ല. 10 മണി ചിലപ്പോൾ 11 മണിയൊക്കെ ആവും. അപ്പോൾ നമുക്കിന്ന് ആ ഹെയർ റിമൂവ് ചെയ്യുന്ന രീതി ഞാനിങ്ങനെ റിമൂവ് ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം നമുക്കൊരു മോയ്സ്ചർ വേണം. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. അത് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ മോയ്സ്ചറൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഏത് റൈസറാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യണം മുഖത്ത്. എന്തെങ്കിലും മോയ്സ്ചർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, അങ്ങനെ എന്തെങ്കിലും ലിക്വിഡ്, അലോവേര ജെല്ലോ അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ഒഴിവാക്കാം. അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പതിയെ എറൈസ് ചെയ്ത് കളയാം. എനിക്ക് കൂടുതൽ ഇവിടെയാണ് ഉണ്ടാവാറ്. കണ്ടോ, നമുക്ക് ഇതുപോലെ എല്ലാം റിമൂവ് ചെയ്ത് കളയാം. നമ്മൾ മുഖത്തുള്ള ഫുള്ളും പഠിച്ചു കളഞ്ഞേ. നമുക്ക് ഇതൊന്ന് കഴുകി വെക്കും വേണം. പിന്നെ എന്ത് ചെയ്യണം, മുഖം ഒന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകണം. എന്നിട്ട് നമുക്ക് പാക്ക് ഇടാം. പിന്നെ പറയാനുള്ളത്, ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഇപ്പോഴത്തെ ഉപയോഗിക്കാൻ തുടങ്ങിയ സാധനമാണ്. ഇത് ജനറിക് പറഞ്ഞാൽ മുന്നേ വേറെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിൽ 12 പീസ് എങ്ങാനുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരുപാട് കുറച്ച് 2-5 പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇത് കിട്ടുന്നുണ്ട്. ഒന്നും തന്നെ അങ്ങനെ പെട്ടെന്ന് മൂർച്ചയൊന്നും പോവുകയോ അങ്ങനെ പെട്ടെന്ന് തുൻപിടിച്ച് പോവുക അങ്ങനെയൊന്നുമില്ല. ഓക്കെ നമ്മൾ മുഖത്ത് കഴുകി വന്ന് നമുക്ക് ടിഷ്യൂ ഉപയോഗിച്ച് തുറക്കാം. ടിഷ്യൂ ടവൽ ഉപയോഗിച്ചൊന്നും തുറച്ചെടുക്കാതെ നമ്മുടെ ടിഷ്യൂ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് തുടച്ചിട്ടുണ്ട്. നമുക്ക് പാക്ക് ഇടാം. പാക്ക് സ്ക്രബ്ബർ പോലെ ഞാൻ ഉപയോഗിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയും തൈരും പിന്നെ കടലപ്പൊടിയും കൂടി ഒരു ഹോട്ട് വാട്ടറിൽ കുറച്ച് നേരം ഇട്ട് വെച്ചാൽ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് വെന്ത് വരുമ്പോൾ ഓവറായിട്ട് എന്താവില്ല, തരി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പതിയെ സ്ക്രബ് ചെയ്തെടുക്കാം. ഞാൻ ഇടയ്ക്ക് കോഫി പൗഡറും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണൊഴിക്കുക ബാക്കിയുള്ളവർക്കും തേച്ചിട്ടുണ്ട്. നിങ്ങൾ കഴുത്തിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്യണം. കാരണം ഇപ്പോൾ ഞാൻ വീട്ടിലിരിക്കുന്നുണ്ട്, കഴുത്തിൽ അപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററായി തോന്നിയത് കോഫി പൗഡറാണ്. ഇതും ഓക്കെയാണ്. ഞാൻ ഇത് രണ്ടാണ് അപ്ലൈ ചെയ്യാറുള്ളത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു തൽക്കാലം നമുക്ക് കെമിക്കലൊന്നും ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമായതുകൊണ്ട് നല്ലതാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, കഴുകി കളയാം. ഇത് ഉണങ്ങുമ്പോൾ ഓവർ ഉണങ്ങാൻ നിൽക്കരുത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചുടുകൾ വരുമ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിത് എന്ത് ചെയ്യാം, കഴുകി കളയാം. അപ്പോൾ നമ്മൾ ആ കഴുകി കളഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ടിഷ്യൂ വെച്ചിട്ട് ഒപ്പിടാം. നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇത് ഹണിയും BC പൗഡർ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അതും കൂടി മിക്സ് ചെയ്തോ. ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അത് മുഖത്ത് മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഹണി പറ്റാത്തവർക്ക് അതിലേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്താലും നന്നായിരിക്കും. പിന്നെ എന്താ പറയുക, ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൗഡറാണ്. ഇത് നിങ്ങൾക്ക് രാവിലെ പാലിൽ കലക്കി കുടിച്ചാലും നല്ലതാണ്. അതാണ് കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടാവുക. ഇത് കുറച്ച് മാറ്റി വെച്ചാണ് മുഖത്ത് തേക്കാൻ വേണ്ടി. അതിൽ ഹണിയും ഇതുകൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ തേച്ചത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി അതും കഴുകി കളഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പിടാം. അങ്ങനെ നമ്മളതൊക്കെ ഉണ്ടാക്കി ഒഴിവാക്കി കളഞ്ഞ് നമുക്ക് റൊട്ടീനിലേക്ക് കിടക്കാം. അതൊരു മോയ്സ്ചർ അപ്ലൈ ചെയ്യണം. സെറം ഉണ്ടെങ്കിൽ അത് ആദ്യം അപ്ലൈ ചെയ്യണം. മോർണിംഗ് ഉപയോഗിക്കുന്ന നിങ്ങളതിലുണ്ടെങ്കിൽ, ഞാൻ മോർണിംഗ് ഉപയോഗിക്കാറില്ല. പിന്നെ വീട്ടിൽ തന്നെ ആണല്ലോ ഇരിക്കുന്നത്. പിന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നി. ഞാൻ നൈറ്റാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഒരു സൺസ്ക്രീൻ നിങ്ങൾ എന്തായാലും ഉപയോഗിക്കണം. ഇതില്ലാതെ നിങ്ങൾ പുറത്തിറങ്ങരുത്. പുറത്ത് മാത്രമല്ല, വീടിൻ്റെ അകത്തും. വീടിനുള്ളിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് അപ്ലൈ ചെയ്താണ്. ഇത് ജെൽ ടൈപ്പാണ്. എൻ്റെ കുറച്ച് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ജെൽ ടൈപ്പിൻ്റെ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ലിപ് ബാം. ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ നൈറ്റ് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. സെറം നൈറ്റ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മോർണിംഗ് ഉപയോഗിക്കില്ല. അപ്പോൾ മോർണിംഗ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ മോർണിംഗ് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഓക്കെ ബൈ.